അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പമേറിയ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ കർത്താവ് നമ്മളോട് ഇങ്ങനെ പറയുന്നു: നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവ് എന്നെ കാണുന്നത് തനിക്ക് ഏറ്റവും സ്നേഹമുള്ള തൻ്റെ പ്രിയപ്പെട്ട മകനായിട്ടാണെന്ന് ബൈബിൾ എന്നോട് വ്യക്തമായി പറയുന്നു. ആ ബോധ്യത്തിൽ നിന്ന് അണുവിട താഴോട്ട് താഴാൻ തയ്യാറാകാതെ സന്തോഷത്തോടും കൃപ എനിക്ക് നൽകിയ ധൈര്യമാകയാൽ അതിൽ പൂർണ്ണമായും എൻ്റെ ജീവിതവും മനസ്സും അർപ്പിച്ചു കർത്താവ് എനിക്ക് നൽകുന്ന മൂല്യത്തിൽ സന്തോഷപൂർവ്വം ഞാൻ യേശുവിനെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് രാവിലെ നിലകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവം നമ്മെ വിലയേറിയവരായി കാണുന്നു. കർത്താവ് നമ്മളെ മാന്യന്മാരായി വിലയിരുത്തുന്നു. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ മാന്യതയും ദൈവം വിലമതിക്കുന്ന ഒരു പദവിയിലേക്കും അവൻ്റെ ജീവിതം എത്തിപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ മുന്നോട്ടുള്ള നാളുകൾ അതിശയകരമായിരിക്കും. കർത്താവ് നമ്മുടെ മനസ്സിനകത്ത് നാം ചിന്തിക്കുന്നതിനേക്കാളേറെ വില നമുക്ക് നൽകുന്നതിനാലും നാം പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ കർത്താവ് നമുക്ക് മൂല്യം നൽകുന്നതിനാലും ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ ഓർത്ത് നിങ്ങൾ നെടുവീർപ്പെടേണ്ടതില്ല. അത് പരിഹരിക്കുവാൻ യേശു നിങ്ങൾക്കൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ അത് വലിയൊരു സാമ്പത്തിക പ്രയാസമായിരിക്കാം. ദൈവം അതിനകത്തൊരു അത്ഭുത വഴി തുറക്കും. നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ചുള്ളതായ ആകുലതയായിരിക്കാം. ദൈവം ആ തലമുറയെ നിങ്ങളുടെ കരുത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുമുണ്ട്. എൻ്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യമായിരിക്കാം നിങ്ങളുടെ മുമ്പിലുള്ളത്. കുടുംബങ്ങളുടെ നാഥൻ നമ്മുടെ കർത്താവാണ്. നിങ്ങൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന യാഥാർത്ഥ ശില്പി യേശുവാകയാൽ നിങ്ങളുടെ കുടുംബം ഉലഞ്ഞു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സമസ്ത അനുഗ്രഹത്തിൻ്റെ വാതിലുകളും അവിടുന്ന് നിങ്ങൾക്ക് തുറന്നു തരും. നീ കർത്താവിൻ്റെ ശബ്ദം കേട്ടുന്ന രാവിലെ മുന്നോട്ട് നീങ്ങ. കർത്താവിൻ്റെ പൈതലേ, നിൻ്റെ വഴി ഒരിക്കലും താണുപോകില്ല. നീ കർത്താവിൻ്റെ ശബ്ദം കേട്ട് നടക്കുമ്പോൾ നിൻ്റെ മുമ്പിലുള്ളതായ ഓരോ ചവിട്ടടികളും ഉയർച്ചയിലേക്കുള്ള പടവുകളായിരിക്കും. പിന്നോട്ടൊരിക്കലും ഇനി ഒരു തിരിച്ചുപോക്ക് നിനക്കില്ല. മുന്നോട്ടേക്കൊരു അനുഗ്രഹം നിന്നെ വിളിക്കുകയാണ്. കർത്താവിൻ്റെ ശക്തമേറിയൊരു അനുഗ്രഹത്തിൻ്റെ പദ്ധതിയിലേക്കാണ് പരിശുദ്ധാത്മാവിന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരിക്കലും പിന്തിരിയുവാൻ നിങ്ങൾക്കിനി അനുവാദവുമില്ല, അവസരവുമില്ല. ഇന്ന് വരെ ജീവിച്ചത് ഏറ്റവും നല്ലതാണെന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അല്ല, ഞാൻ പ്രതീക്ഷിച്ചത് ഇതായിരുന്നില്ല, എനിക്കിതിനേക്കാൾ നല്ലതായിരുന്നു വേണ്ടിയിരുന്നതെന്നുള്ള പരാതിയോ പരിഭവമോ നിങ്ങൾക്കുണ്ടായിരിക്കാം. സംതൃപ്തിപ്പെട്ടിരിക്കുന്നവരോടും പരിഭവങ്ങളിലായിരിക്കുന്നവരോടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ കണ്ടത് ഒന്നുമല്ല. ദൈവം തുറക്കാൻ പോകുന്നത് നിങ്ങളിനി കാണാൻ പോകുന്നതേയുള്ളൂ. നിന്റെ കാലടി വെക്കുന്ന ഓരോ സ്ഥലവും ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന അതിശയ വാതിലുകളായിരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നതിന് ആമേൻ പറഞ്ഞുകൊണ്ട് ഈ ദൂതനെ സ്വീകരിച്ചു കൊള്ളുക. നീ കാലടി വെക്കുന്ന ഓരോ ഇടവും നിനക്കൊരു അതിശയത്തിൻ്റെ വാതിലായി തുറന്നു വരും. ഹല്ലേലൂയ. രണ്ടാമതായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ രാവിലെ വ്യക്തമായൊരു കാര്യം കൽപ്പിക്കുന്നു. നിനക്കെതിരായി നിൽക്കുന്നവരെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറ്റിക്കളയും. പലപ്പോഴും വഴി അടയ്ക്കുവാൻ, മാർഗദർശനം സൃഷ്ടിക്കുവാൻ പല മനുഷ്യരും, സമൂഹ മണ്ഡലങ്ങളിലെ പല ഉന്നതരും നമുക്ക് നേരെ എതിരായി എഴുന്നേറ്റെന്ന് വരാം. പക്ഷേ അവരുടെ നിലനിൽപ്പും അവരുടെ പരിശ്രമങ്ങളും നമുക്ക് വിഘാതമായി തീരാതിരിപ്പാൻ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തന്നെ ദൈവം അവരെ നീക്കിക്കളയും. യേശു ഒരു വാക്കിനോട് പറയുവാൻ പറയുന്നു: ഈ ദിവസങ്ങളിൽ നിൻ്റെ വീട്ടിൽ ഞാൻ നൽകുന്ന സമാധാനം വാഴാൻ പോകുകയാണ്. കലഹങ്ങൾ തീരും, ദുഃഖങ്ങൾ അവസാനിക്കും, വാവിട്ടുള്ള നിലവിളികൾക്ക് അന്ത്യമാകും. ഞാൻ നിൻ്റെ കുടുംബത്തെ പുനഃസ്ഥാപനം ചെയ്യും. നിൻ്റെ കൈകളിൽ വർധനവിനെ ഞാൻ പകരും. നീ തുടങ്ങുന്ന കാര്യം പൂർണ്ണതയിലെത്താതെ അവസാനിക്കുകയില്ല. പാതി വഴിയിൽ പലതും കൊഴിഞ്ഞു പോയതായിരിക്കാം നിങ്ങൾ കണ്ടിരിക്കുന്ന കാഴ്ചകൾ. നല്ലത് തുടങ്ങുമ്പോഴും കഷ്ടകാലം കയറി അതിനെ കീഴ്പ്പെടുത്തുന്നതിന് നിങ്ങൾ സങ്കടത്തോടെ സാക്ഷികളായി നിന്നിട്ടുണ്ടാകാം. ഇനി അതല്ല നടക്കാൻ പോകുന്നത്. യേശു നിന്നോട് കൂടെയുള്ളതിനാൽ നീ തുടങ്ങാൻ പോകുന്ന കാര്യങ്ങൾ പൂർണ്ണത പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവിനോട് വ്യക്തമായി പറഞ്ഞു, നിന്റെ തലമേലൊരു അനുഗ്രഹം ഈ ദിവസങ്ങളിൽ പതിയാൻ പോകുകയാണ്. നിന്റെ നിഴലിൽ പോലും മറ്റുള്ളവർക്ക് ആശ്വാസമുണ്ടാകുന്ന നിലയിൽ ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി ഉയർത്തും. ദൈവത്തിൻ്റെ പൈതലെ, നീ മാത്രമായിട്ട് ഉയർന്നു പോകും എന്നല്ല പറഞ്ഞത്. നീ നിമിത്തം നിന്റെ വഴി, നിന്റെ കുടുംബവും നിന്റെ പ്രിയപ്പെട്ടവരും നിന്നോട് ചേർന്ന് നിൽക്കുന്ന അനേകർ, അവർക്കും വിശാലത വരുന്ന നിലയിലേക്ക് ദൈവം നിന്റെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ പോവുകയാണ്. കർത്താവ് മാന്യതയും വിലയേറിയവനുമായി നമ്മളെ സ്നേഹിക്കുമ്പോൾ
കർത്താവിൻ്റെ വിലയേറിയ സ്നേഹം, കർത്താവിൻ്റെ മാന്യതയുള്ള സ്നേഹം, കർത്താവിൻ്റെ ബഹുമതി നൽകുവാൻ ഇറങ്ങി വരുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഈ യാഥാർത്ഥ്യങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കും. ഒരുപക്ഷെ ഇത്രമാത്രം പ്രിവിലേജ് എനിക്ക് ദൈവസന്നിധിയിൽ കൽപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ആദ്യം കേൾക്കുകയായിരിക്കാം. എന്നാൽ അതങ്ങനെയാണ്. സ്വർഗം ഒരു രാജാവിനെ ഭൂമിയിൽ അന്വേഷിച്ചാൽ ആ വ്യക്തി ഏത് വനാന്തരത്തിൽ അലയുന്ന ഇടയനായാലും ദൈവം അവനെ രാജാവായി തന്നെ കണ്ടിരിക്കുന്നതിനാൽ ആ സ്ഥാനത്തെത്തിക്കും. ദൈവം ഒരു മന്ത്രിയെ തിരയുമ്പോൾ അവൻ ഏത് കാരാഗ്രഹത്തിൽ കിടക്കുന്നവനാണെങ്കിലും ദൈവത്തിൻ്റെ ഹൃദയം അവന് മേൽ വെളിപ്പെട്ടിരിക്കുകയാൽ ദൈവം അതിനു വേണ്ട എല്ലാ പ്രൊവിഷൻസും തുറക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നതും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യത്തിന് വേണ്ടിയാകയാൽ തെല്ലും പതറാതെ മുന്നോട്ട് പോകുവാൻ ധൈര്യം കാട്ടിക്കൊള്ളുക. കാരണം കർത്താവ് എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാക്കും. ഇത് നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ എനിക്ക് വിശാലത വരുത്തി, എൻ്റെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. അതെ, കർത്താവാണ് വാതിലുകളെ തുറക്കുന്നത്. നിങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കാൻ പോകുന്ന സന്തോഷകരമായ കാര്യങ്ങളെ കാണുമ്പോൾ ഒന്ന് അംഗീകരിക്കും. ദൈവം എന്നെ വിലയേറിയവനായി എണ്ണും, കർത്താവ് എന്നെ മാന്യനായി കാണും. അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഞാൻ അനുഭവിക്കാൻ പോകുന്ന സന്തോഷങ്ങൾ. അതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ മേലത് വെളിപ്പെടട്ടെ. നിങ്ങളുടെ ദാരിദ്ര്യങ്ങൾ കുടിയേറിയിരുന്ന സ്ഥാനത്ത് ദൈവിക സമൃദ്ധി തിങ്ങി നിറയാൻ പോകുന്നു. നിങ്ങൾ ഇത്രമാത്രമേ ജീവിതത്തിൽ ഉയരുകയുള്ളൂ എന്ന് ചിന്തിച്ച നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അനുഗ്രഹങ്ങളുടെ പുതിയൊരു സോൺ തന്നെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാൻ പോകുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ അകത്ത് ദൈവം ഒരു പുതിയ വിജയം നിനക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അത് നിൻ്റെ തലമേൽ തുറക്കപ്പെടുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. എന്നോടുകൂടെ ഈ വാക്കുകളെ കേട്ട് ബലം പ്രാപിച്ച് ഏവരും പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. അല്പനേരം ഇരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. നീ പ്രാർത്ഥിക്കുവാനായി അതരം തുറക്കുമ്പോൾ നിന്റെ വായിൽ നിന്നൊഴുകുന്ന ഓരോ സ്തുതികൾക്കപ്പുറത്തും തുറക്കപ്പെടുന്നൊരു സ്വർഗമുണ്ട്. ചലിക്കുന്ന ആയിരക്കണക്കിന് ദൈവദൂതന്മാരുടെ ഇടപാടുകളുണ്ട്. നീങ്ങുന്ന പർവ്വതങ്ങളുണ്ട്. ഹല്ലേലൂയ. അഴിഞ്ഞുമാറുന്ന ചങ്ങലകളുണ്ട്. കീഴടങ്ങുന്ന രാജകീയ അധികാരങ്ങളുണ്ട്. ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കുക. സ്തുതിയുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴുന്ന പർവ്വതങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. ഗ്ലോറി ടു ജീസസ്. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ സ്വർഗത്തിലെ പിതാവേ, അങ്ങയുടെ വാത്സല്യനിധിയായ പൊന്നുപുത്രനും ഞങ്ങളുടെ പ്രാണരക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ലോകത്തിൻ്റെ നാനാ കോണുകളിലുള്ള അനേകം മക്കൾ ഒന്നുചേർന്ന് പരിശുദ്ധാത്മാവിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങളെ വിലയേറിയ ഒരു മാന്യരുമായി കണ്ടിരിക്കുകയാൽ, സ്നേഹിച്ചിരിക്കുകയാൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അനുഗ്രഹീതമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. കർത്താവെ, പരിമിതികൾക്കകത്ത് കിടന്ന് നട്ടം തിരിഞ്ഞ് കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിനാൽ മനസ്സുലഞ്ഞ് ഞാൻ എന്തു ചെയ്യുമെന്നുള്ളതായ നൂറുകണക്കിന് ചോദ്യങ്ങളുടെ മുമ്പിൽ മറുപടിയില്ലാതെ ഹൃദയം തുറന്ന് അങ്ങ് സഹായിക്കണമേ എന്നുള്ള വേദനയോടുകൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പൊന്നുമക്കളുടെ മേൽ ആനന്ദങ്ങൾ നിറയുന്ന, അനുഗ്രഹങ്ങൾ വാർന്നൊഴുകുന്ന ആ പരിശുദ്ധമാകുന്ന കരം ഇപ്പോൾ വെച്ച് ഇവരെ ആശീർവദിക്കണമേ. ഒരു ശക്തമായ നവീകരണവും വിജയവും അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ഞാനിവരെ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ പ്രവചനദൂതിൻ്റെ പുത്തൻ അധ്യായത്തിനായിട്ട് കാത്തിരിക്കണം. തിങ്കളാഴ്ച 13-ാം തീയതി മുതൽ വരുന്നൊരാഴ്ച നമ്മുടെ സഭയിൽ അനുഗ്രഹീതമായ കുഞ്ഞുങ്ങളുടെ VBS നടക്കുകയാണ്. ഈ വരുന്ന 13-ാം തീയതി മുതൽ നടക്കുന്ന അനുഗ്രഹീതമായ ഈ VBSലേക്ക് എല്ലാ കുരുന്നുകളെയും എല്ലാ കൂട്ടുകാരെയും ഞങ്ങൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. 20 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാവരും വരണം. നിങ്ങൾക്കത് സന്തോഷത്തിൻ്റെ പുതിയൊരാഴ്ചയായിരിക്കും. ദൈവവചനം കേൾക്കാനും കർത്താവിനെ ആരാധിക്കുവാനും ഈ കുഞ്ഞു പ്രായത്തിൽ കർത്താവിൻ്റെ അഭിഷേകം ഏറ്റെടുക്കാനും ഒക്കെ നമ്മുടെ VBSൽ വ്യത്യസ്തമായ സെക്ഷനുകളുണ്ട്. നിങ്ങളുടെ ജീവിതം കർത്താവിനായിട്ട് ശോഭിക്കട്ടെ. സന്തോഷത്തോടെ നിങ്ങളെ കർത്താവ് ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.